പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇതാ സമാഗതമാവുകയാണ്. ആ റമദാനിന് മുന്നോടിയായിട്ട് ഇതാ കൃത്യമായി റജബ് മാസത്തിലൂടെ അല്ലാഹു വരവ് നിനക്ക് അറിയിച്ചു തരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഇത് പ്രാർത്ഥിക്കാത്ത പള്ളികളില്ല, ഇത് പ്രാർത്ഥിക്കാത്ത മിമ്പറില്ല, മെഹ്റാബില്ല. പരിശുദ്ധമാക്കപ്പെട്ട ജുമാകളിലും ജമാഅത്തുകളിലും അടക്കം നമസ്കാരത്തിലും അല്ലാത്തതാകുന്ന സുഹൃതങ്ങൾക്ക് ഈ ദുആ അനുവർത്തിച്ചു പോരുന്ന പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസിനികളെ, ഈ ദുആഇന്റേതാകുന്ന പിൻബലം എന്തെന്നറിയുമോ? പുണ്യമാക്കപ്പെട്ട റമദാൻ ഇതാ കടന്നു വന്നു എന്നുള്ള കൃത്യമായ അറിയിപ്പാണ്, നന്നാവാനുള്ള വിളംബരമാണ്. നിന്റെ കള്ളുകൂടിയും നിന്റെ ലഹരി നുണയലും ഹറാമായ പ്രവർത്തനങ്ങളും നിന്റെ കൈകാലുകൾ ഹൃദയവും നിന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ നീചവൃത്യങ്ങളും ഒഴിവാക്കി ഏകനാകുന്ന പടച്ചറബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ട മാസമാണ് പുണ്യമായ റജബ്. റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകർ റജബിൽ മാത്രമല്ല റജബല്ലാത്ത സമയങ്ങളിലും എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകർ കൃത്യമായി ജീവിതത്തെ വരച്ച് കാണിച്ചു തരുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ ദിക്റുകളെക്കാളും മേലെ നീ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ പ്രവാചകന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ, നബി തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമാക്കപ്പെട്ട രാവ് അല്ലാഹു സമ്മാനിച്ചത് പരിശുദ്ധമായ റജബിലല്ലയോ? പരിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിലല്ലയോ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബിന്റെ 27-ാം രാവിലല്ലയോ? അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാനുള്ള അവസരം പ്രവാചകർക്ക് അല്ലാഹു സമ്മാനിച്ച വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ദിനമായി പ്രവാചകർ തന്നെ അടയാളപ്പെടുത്തിയ മഹത്തുക്കളാകുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുള്ളവർ ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയ ഇജാബത്തിന്റെ വളരെ ശ്രേഷ്ഠമായ രാവുകൾ ഇതാ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഈ രാവുകളെ പരിപൂർണമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതായ സമയമാണ്. അത് ചെയ്യാത്ത ആളുകൾ ഈ മാസങ്ങളെയും ദിവസങ്ങളെയും നല്ല നല്ല പോരിശയുള്ളതാകുന്ന രാവുകളെയും ഒക്കെ ഗൗനിക്കാതെ ലഹരി നുണഞ്ഞ് കള്ളുകുടിച്ച് കൂത്താടി ദിക്റിലില്ലാതെ ഖുർആനോത്തില്ലാതെ പടച്ചറബിനെ മറന്ന് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവർ ഉലൈക മഅവാഹുമുന്നാർ. അല്ലാഹു പറയുന്നു അവരുടെ അഭയകേന്ദ്രം നരകമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദീനിനോട് യാതൊരു താല്പര്യമില്ല, ദുനിയാവിന്റെ പിറകോടുകയാണ്. നമുക്കൊരു 10 മിനിറ്റ് ഇരുന്നു കൊണ്ട് വാത് കേൾക്കാൻ സമയമില്ല, ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ സമയമില്ല, ഒരു 15 മിനിറ്റ് കൊണ്ട് മജ്ലിസ് നൂറിൽ പങ്കെടുത്ത് ദുആ ചെയ്ത് പിരിയാൻ ഈ ഉമ്മത്തിന് സമയമില്ല. 2-2.5 മണിക്കൂറും സിനിമ കാണാനും സീരിയൽ കാണാനും പല എപ്പിസോഡുകൾ കണ്ടിട്ടില്ല അതിന്റെ പേരിൽ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലൂടെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ട് തീർക്കുവാനും ഈ ഉമ്മത്ത് നെറ്റ് കളയുന്നു, സമയം കളയുന്നു, അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നു. ആഖിറത്തെ ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 വിട്ടു 2026 കാലൂന്നി. ഒരു കൊല്ലം നമ്മൾ ഇന്ന് പെട്ടുപോകുമ്പോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊല്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ എന്നൊന്ന് കണക്കെടുപ്പ് പോലും തയ്യാറെടുക്കാൻ തയ്യാറല്ല. നമ്മൾ കണക്കെടുപ്പ് പോലും നമുക്കില്ല. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാളെ നിങ്ങൾക്ക് വിചാരണ നൽകപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു വിചാരണ നിങ്ങൾ നടത്തി. എന്റെ നിസ്കാരത്തിൽ വന്ന അപാകതകൾ എവിടൊക്കെയാണ്? എന്റെ റമദാനിലെ നോമ്പുകൾ, കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ധാരാളം ഖളാ വീട്ടാനുണ്ട്. ഇതാ അടുത്ത റമദാൻ അടുത്തു വരുന്നല്ലോ, എത്ര എണ്ണം എനിക്ക് വീട്ടണം, അത് എപ്പോഴൊക്കെ വേണം? ഇപ്പോഴേ അത് ക്രിയാത്മകമായി കണക്ക് കറക്റ്റ് ചെയ്യണം. സഹോദരിമാർ ശ്രദ്ധിക്കണം, നിസ്കാരങ്ങളെ ഗൗനിക്കണം, ഇബാദത്തുകളെ കണിശത വെക്കണം. ഇല്ലെങ്കിൽ വലിയതാകുന്ന ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നു. ഉലൈക മഅവാഹുമുന്നാർ. കത്തിച്ചൊലിക്കുന്ന നരകം അവർക്കുണ്ടാകും. ബിമാ കാനു യക്സിബൂൻ. അവർ ചെയ്ത നീചവൃത്യങ്ങൾ കാരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഈ സദസ്സ് അല്ലാഹു പരിപൂർണ അർത്ഥത്തിൽ കബൂലാക്കുമാറാവട്ടെ. ആരെല്ലാം ഇതിലേക്ക് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചവരുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഈ ലോകത്ത് നസീബാക്കട്ടെ.
അള്ളാഹു ബഹുമാനിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അള്ളാഹു നിന്ദിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും പടച്ചറബ് നിന്ദിച്ചതുമാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിമുള്ള എല്ലാ വസ്തുക്കളെ പരിപൂർണമായി നിന്ദിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദീൻ. ഇതാണ് ദീനിന്റെ ബേസിക്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമ മനുഷ്യന് എല്ലാ അറിവുകളും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ആദരസൂചകമായി സുജൂദ് കൊണ്ട് വർത്തിക്കുവാൻ മലായിക്കത്തുകളോട് കൽപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. അറിവുള്ളവരെ ആദരിക്കണമെന്നുള്ള പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ബാലപാഠം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ബഹുമാന ആദരവുകൾ വകവെച്ചു കൊടുക്കണം. അതിന് വിലങ്ങുതടിയായി നിന്നതാകുന്ന ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു. ലോകാവസാനം വരെ അവൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അവസാനം ശാശ്വതത്വം കിട്ടുന്ന നരകത്തിലേക്ക് അവനെ മാറ്റപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഒരു ചെറിയ കാരണമായി കാണരുത് ആദരവും ബഹുമാനമെന്നുള്ളത്. ഇന്ന് മനുഷ്യരാകുന്ന നമ്മളിൽ പല ആളുകളുടെയും ഹൃദയത്തിൽ ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകാൻ തന്നെ ഹേതുവാകുന്നത് ദീനിന്റെ വാഹകരോട്, സമുന്നതരാകുന്ന സാദാത്യങ്ങളോട് വേണ്ടുന്നതാകുന്ന ബഹുമാന ആദരവുകൾ കുറഞ്ഞ കാരണത്താലാണ്. ഉലമാക്കൾ നമുക്കറിയാം അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. യഥാർത്ഥ പണ്ഡിതന്മാർ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി ഇബാദത്തെടുക്കുന്ന, നല്ലതുപോലെ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന സ്വാലിഹീങ്ങളാകുന്ന ഉലമാക്കൾ, അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് തന്നെ ആദരവും ബഹുമാനവും നമ്മൾ നൽകൽ അനിവാര്യമാണ് അവരോട്. നമുക്കറിയാമല്ലോ, മഹാനാകുന്ന സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമാകുന്ന മക്കത്തുൽ മുക്കറമയിലെത്തിയ ഹജ്ജിന്റെ വേളയിൽ പുണ്യമാക്കപ്പെട്ടതാകുന്ന ഹദറുൽ അസ്വദ് വന്ന് ചുംബിക്കൊണ്ട് പറഞ്ഞതാകുന്ന ഒരു ഡയലോഗ് ചരിത്രത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തപ്പെട്ട വാക്കാണ്. യാ ഹജറോ ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തളുറു വലാ തൻഫഉ. അല്ലയോ ഹജറുൽ അസ്വദേ, കറുത്ത കല്ലേ, സ്വർഗത്തിൽ നിറക്കപ്പെട്ടതാകുന്ന മനോഹരമായ വെളുത്ത കല്ലായിരുന്നു. പാപപങ്കുലമാകുന്ന കരങ്ങളുമായി ജനങ്ങൾ വന്നുകൊണ്ടതിനെ സ്പർശിച്ചപ്പോൾ അത് കറുത്തുപോയതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഹജറുൽ അസ്വദ് പരിശുദ്ധമാകുന്ന കഅബയുടെ തെക്ക് കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്നതായ ആ പുണ്യമായ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ടല്ലയോ പവിത്രമാക്കപ്പെട്ട തവാഫ് നമ്മൾ ആരംഭിക്കുന്നത്. മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ട് ഹജറുൽ അസ്വദിനെ നേർക്ക് നേരെ നോക്കിക്കൊണ്ട് ആയിരങ്ങൾ കേൾക്കെ ഉറക്കെ പറയുകയാണ്, യാ ഹജറോ ഇന്നി ലഅലമു അന്നക ഹജറുൻ. അല്ലയോ ഹജറുൽ അസ്വദേ, നീ കേവലം ഒരു കല്ല് മാത്രമാണെന്ന് ഈ ഉമറിന് നല്ലതുപോലെ അറിയാം. വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. സ്വന്തമായി പ്രയോജനം ചെയ്യാനോ സ്വന്തമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ശേഷിയില്ലാത്ത കേവലം ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്ക് കൃത്യമായി അറിയാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന കാരുണ്യത്തിന്റെ കരസ്പർശം നിന്നെ ചുംബിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയിട്ടുണ്ട്. പ്രവാചകർ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക യാ ഹജറോ, അല്ലയോ ഹജറുൽ അസ്വദേ, നിന്നെ ഉമർ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകർക്ക് മനസ്സിലായി, നീ ഒരു സാദാ സീത കല്ലല്ല, നിനക്ക് പ്രത്യേകതയുണ്ട്. സ്വർഗത്തിൽ നിറക്കപ്പെട്ട കല്ലാണ്. നിന്നെ ആരൊരുവൻ ചുംബിക്കുന്നോ, നിന്നിൽ ആരൊരുവൻ സ്പർശിക്കുന്നുവോ, നാളെ നീ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ നീ കേവലം കല്ലല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. നബി തങ്ങളുടെ ചുംബനത്തിലൂടെ ഞാനത് മനസ്സിലാക്കിയെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
അപ്പൊ കല്ലാണെങ്കിൽ പോലും അതിന് പ്രത്യേക സ്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു കൊടുത്തു. അത് ദീനുൽ ഇസ്ലാമിൽ പരിപൂർണമായി സ്ഥിരപ്പെട്ട വിഷയമാണ്. നമ്മളും അതിനെ പരിപൂർണമായി ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ കല്ലിനെ ആരാധിക്കാൻ പാടില്ല, മുള്ളിനെ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, ആൾദൈവങ്ങളുമായി നിലകൊള്ളാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം ഈ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വന്ന് ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട്? ആ കല്ലിന് പ്രത്യേകതയുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിനെ നമ്മൾ ആദരിക്കുന്നു. ലോകത്ത് ഏതെങ്കിലും ഒരു കല്ല് ചുംബിക്കൽ സുന്നത്തുണ്ടെങ്കിൽ അത് ഹജറുൽ അസ്വദാണ്. മറ്റൊരു ഭാഗവും കഅബയുടെ ഭാഗത്ത് ചുംബിക്കൽ സുന്നത്തില്ല. മഖാം ഇബ്രാഹിം ചുംബിക്കൽ സുന്നത്തില്ല. അതിന്റെ പിന്നിൽ വന്നുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കലാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട സ്വർഗത്തിന്റെ മറ്റൊരു കല്ലല്ലേ മഖാം ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയതായ ശ്രേഷ്ഠമായ കല്ലല്ലേ. ആ കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുകയും ഇസ്മായിൽ എന്ന പൊന്നുമോൻ തനിക്ക് നൽകിയതാകുന്ന വലിയതാകുന്ന പാറക്കല്ലുകൾ ബഹുമാനപ്പെട്ടവർ ഈ കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുന്നതാകുന്ന കാരണത്താൽ ഓട്ടോമാറ്റിക്കായി അടുത്ത പടവ് എവിടെയാണോ വെക്കേണ്ടത് അങ്ങോട്ടേക്ക് ലിഫ്റ്റായി പരിണമിച്ചതാകുന്ന കല്ലല്ലയോ മഖാം ഇബ്രാഹീം. ഇന്ന് പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വാതിൽ നിന്ന് 6 മീറ്റർ മാറിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതായ മഖാം ഇബ്രാഹീം, അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കൽ സത്യവിശ്വാസികൾക്ക് ശക്തിമത്തായ സുന്നത്താണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതാകുന്ന കല്ലല്ലയോ. ഇന്നും ആ കല്ല് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കൃത്യമായി കാണാമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. കേവലം ഒരു കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ പറയുന്നു. ആദരവാണ്. ആണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെയൊക്കെ ആദരിക്കാൻ പറഞ്ഞു അതിനെ ആദരിച്ചേ പറ്റൂ. ഇന്ന അവ്വല ബൈതി wudi'a ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചതാകുന്ന കേകമാണ് പരിശുദ്ധമായ കഅബയെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താണ് കഅബ? കറുത്ത കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാകുന്ന ഈ കല്ല്, അതിലേക്ക് തിരിഞ്ഞിട്ടാണ് ആളുകൾ നമസ്കരിക്കുന്നത്. ആദരവാണ്, ബഹുമാനമാണ്. അതിനെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞു. ഐനുൽ ഖിബില, കൃത്യമായി അങ്ങോട്ടേക്ക് തന്നെ തിരിയണം. ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദറജ പോലും തെറ്റാൻ പാടില്ല. പരിപൂർണമായി കഅബയിലേക്ക് നിൽക്കണം, ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പരിശുദ്ധമായ കഅബയിലേക്ക് കൃത്യമായി അളന്നു മുറിച്ചുകൊണ്ട് കഅബയുടെ ഭാഗത്തേക്ക് നീ തിരിഞ്ഞ് നമസ്കരിക്കണേ. കല്ലല്ലേ, കല്ലുകൊണ്ട് പടുക്കപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മുസൽമാന് പറ്റുകയില്ല.
സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ആ നമസ്കാരം നിർവഹിക്കേണ്ടത് പുണ്യമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. കഅബയോ കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതായ ഗേഹം. അപ്പോൾ മനസ്സിലാക്കണം, അള്ളാഹു ആദരിക്കാനും ബഹുമാനിക്കാനും പറഞ്ഞ വസ്തു അത് കേവലം ഒരു കല്ലാണെങ്കിൽ കൂടി മനുഷ്യനാണെങ്കിൽ പോലും അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ തിയറി അതാണ്, അടിസ്ഥാന പ്രമാണം അതാണ്. ഇത് തന്നെയാണ് മഹത്തുക്കളാകുന്ന സഹാബുൽ ബദരീങ്ങൾക്കും നമ്മൾ വകവെച്ചു കൊടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, യാ ജിബ്രീൽ കൈഫ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളിലുള്ളത് അശുദ്ധമാക്കപ്പെട്ടതാകുന്ന അസ്ഹാബുൽ ബദരീങ്ങളെ ഏത് നിലയ്ക്കാണ് കാണുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ കൈഫ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട അനുയായികളുണ്ടല്ലോ, 1.25 ലക്ഷത്തോളം അനുയായികളുമായി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹജ്ജ് നിർവഹിച്ച പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൈഫ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, ലക്ഷത്തിലുള്ളതാകുന്ന അസ്ഹാബുൽങ്ങളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കാണുന്നുണ്ടോ? നിങ്ങളുടെ ബദരീങ്ങളെ ഏത് ഗണത്തിലായിട്ടാണ് എണ്ണുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ ബദരീങ്ങളെ എണ്ണുന്നത് എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് അസ്ഹാബുൽ ബദരീങ്ങളെ എണ്ണിക്കണക്കാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് മറുപടി കൊടുത്തു. വഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ നബി തങ്ങളോട് പറയുകയാണ്, ഫകദാലിക മിമ്മൻ ഷഹിദ ബദറാ, നബിയേ അപ്രകാരം തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ പങ്കെടുത്തതാകുന്ന മലക്കുകൾക്കുള്ള ശ്രേഷ്ഠത എന്ന് മലക്കുകൾ എന്നോട് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിൽ ഇറങ്ങി മലക്കുകൾ 5000, അവർ കൊണ്ട് വാലുകൾ പിന്നിലായി 1 മുഴം. ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിലെത്തിയാൽ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ജബൽ മലായിക നിങ്ങൾക്ക് കാണാം. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്നും ആ മല കാണുകയാണ്, നേർക്ക് നേരെ ദർശിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഹിജറയുടെ 2-ാം വർഷം വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ വെള്ളിയാഴ്ച തുടങ്ങിയതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ധർമ്മസമരത്തിൽ ആ റമദാനിന്റെ 17-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് സഹായകമായി 313ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സഹാബത്തിന് സഹായമായി ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കുകയാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട പർവ്വതം ഇന്ന് ലോകത്തിന് സാക്ഷിയാണ്. ഇന്നും നേർക്ക് നേരെ കാണാൻ സാധിക്കുമേ ജബലു മലായിക, മലക്കുകൾ ഇറങ്ങിയതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭാഗമല്ലയോ? അല്ലാഹുവിന്റെ റസൂലിനെ സഹായിയായി അല്ലാഹു മലക്കുകളെ നിയോഗിക്കുകയാണ്. ആയിരക്കണക്കിന് ശത്രുക്കൾ അശ്വാരൂഢ മൂലത്തോടു കൂടി പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിൽ വന്ന് തമ്പടിച്ച് പുണ്യപ്രവാചകരെയും അനുയായികളെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് ബദർ രണാങ്കണത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് വന്ന് യുദ്ധത്തിലേക്ക് നിലകൊള്ളുമ്പോൾ ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ പ്രവാചകർക്ക് ഞങ്ങൾ ഒരുക്കിയതാകുന്ന ഒരു ടെന്റിൽ, ഒരു അരീശിൽ അല്ലാഹുവിന്റെ റസൂൽ ഇതാ സുജൂദിൽ കിടക്കുന്നതായിട്ട് കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത, അല്ലാഹുവേ പടച്ച റബ്ബേ ഈ സമൂഹത്തെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ വിരലെണ്ണാവുന്ന സമൂഹവുമായിട്ടാണ് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ കടന്നു വന്നത്. ഈ പുണ്യമാക്കപ്പെട്ടതാകുന്ന മദീനയിൽ പോലും എനിക്ക് പരിപൂർണമായി ജനങ്ങൾ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നില്ല. എന്നെ അവിടെയും പ്രയാസപ്പെടുത്തുകയാണ്, മാനസികമായി മക്കയിലെ മുശ്രിക്കീങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ്. ഞാനിതാ മക്ക വിട്ടുകൊണ്ട് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്നിട്ട് 2 കൊല്ലങ്ങൾ കഴിയുകയാണ്. ഈ സമയത്തും എനിക്ക് മാനസികമായി ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാകുന്ന സമൂഹമാണ് ഈ വന്നിട്ടുള്ളത്. റബ്ബേ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവേ എന്നോടൊപ്പം സ്വന്തം ശരീരത്തെ പരിപൂർണമായി അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു കൊണ്ടുവന്നതായ മുഹാജിരീങ്ങളും അൻസാരികളുമാകുന്ന പാവപ്പെട്ടതാകുന്ന സ്വഹാബത്തുണ്ട്. ഈ ന്യൂനപക്ഷമാകുന്ന സമൂഹത്തെ നീ പരിപൂർണമായി ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ ലം തുഅബദ് ഫിൽ അർളി അഹദൻ അബദാ അഹദൻ അബദാ. ഇനി ഭൂമി മലയാളത്തിൽ ലോകത്ത് ഒരാളും നിനക്ക് ആരാധിക്കാൻ ഉണ്ടാവില്ല റബ്ബേ. ഈ ഭൂമിയിൽ നിന്നെ സൃഷ്ടിച്ചതാകുന്ന നീ സൃഷ്ടിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സൃഷ്ടികളിൽ ഒരാൾ പോലും നിന്നെ ആരാധിക്കുന്നവരായി ഈ ഭൂമുഖത്തിന് ഉണ്ടാവുകയില്ല അല്ലാ. അതുകൊണ്ട് ഈ ന്യൂനപക്ഷമാകുന്ന സമൂഹത്തെ നീ സഹായിക്കണേ അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹു എന്ന് പടച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിലായി അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ പരിസരത്ത് മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പള്ളി ഇന്ന് നിങ്ങൾക്ക് നേർക്കുനേരെ കാണാൻ സാധിക്കുമേ. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സഹാബത്ത് പണിതു കൊടുത്തതാകുന്ന അക്കാലഘട്ടത്തിൽ ഒരു ചെറിയ തെറ്റായിരുന്നു. അതിനുള്ളിൽ കടന്ന് സുജൂദിൽ കടന്ന് പൊട്ടിക്കരഞ്ഞതാകുന്ന പ്രവാചകനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നെന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് പോലും അത്ഭുതമാണ്. മലക്കുകൾ ഇറങ്ങുകയാണ്. ആകാശത്തിന് അധിപനായ പടച്ച റബ്ബിനോട് പരിപൂർണമായി തഖ്വ വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ നിനക്കുണ്ടാകുമോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിയായി അല്ലാഹുവിന്റെ പടയാളികളെ അല്ലാഹു ഇറക്കുമേ. ഒരു ശത്രുവിനെയും നീ ഭയക്കേണ്ടതില്ല. ഇം തസ്മിറൂ വതത്തഖൂ, തസ്ബിറൂ വതത്തഖൂ. ഈ ദുനിയാവിൽ ഏതെല്ലാം നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നാലും, ബുൾഡോസർ കൊണ്ടുവന്ന് നിന്റെ വീടുകളെ തച്ച് തകർക്കപ്പെട്ടാലും, നിന്റെ ദീനിനെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയ്ക്ക് നിന്നെയും കുടുംബത്തെയും പരിപൂർണമായി ശാരീരികമായി മാനസികമായി തളർത്തുന്ന നിലയ്ക്ക് എന്തെല്ലാം ക്രയവിക്രയങ്ങൾ ആരെങ്കിലും ചെയ്തൊടുക്കിയാലും നീ വിഷമിക്കണ്ട മോനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇൻ തസ്ബിറൂ വതത്തഖൂ, ക്ഷമിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് നോമ്പുകൾ നോറ്റു വീട്ടിക്കൊണ്ട് സകാത്തുകൾ കൊടുത്തു വീട്ടിക്കൊണ്ട് പാപങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് നിരാലംബർക്ക് അവലംബമായി നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ കാവൽ പടനായി നീ നിലകൊണ്ടുവോ ലാ യളുറുക്കും കൈദുഹും ശൈആ, ലാ യളുറുക്കും കൈദുഹും ശൈആ. ഒരു ശത്രുവിൻ്റെതാകുന്ന ശത്രുതയും നീ പേടിക്കേണ്ടതില്ല. നിന്റെ രോമത്തിൽ തൊടാനവർക്ക് സാധിക്കില്ല. അവരുടെ ഒരു ചതിപ്രയോഗവും നിനക്കേശൂല എന്ന് വിശുദ്ധമായ ഖുർആൻ. ബദറിൽ കണ്ടതല്ലേ, ഉഹദിലും കണ്ടതല്ലേ, എല്ലാ ഇസ്ലാമിക ധർമ്മസമരങ്ങളിലും പ്രിയപ്പെട്ട അനുയായികൾ വിജയശ്രീലാളിതരാകാൻ കാരണം ആളുകളുടെ ബലമല്ല, ആൾബലമല്ല, ആയുധബലമല്ല, സായുധബലമല്ല, ഇലാഹിയാകുന്ന പടച്ചറപ്പിലേക്കുള്ള മുറിഞ്ഞുള്ള ജീവിതമാ, തഖ്വയിലധിഷ്ഠിതമായ ജീവിതമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
അന്നവർക്ക് സഹായിയായി നിലകൊണ്ടത് പ്രിയപ്പെട്ടതാകുന്ന മലക്കുകളാണ്. അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു. 313ഓളം വരുന്നതാകുന്ന അങ്കുരി പരിമിതമായ സഹാബത്ത്. ആ മലക്കുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മഹാനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാകുന്ന മലക്കുകൾക്ക് പ്രത്യേക പദവിയുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാകുന്ന സ്വഹാബുകൾക്ക്, നബിയുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മറ്റുള്ള അനുയായികളെക്കാൾ പവർ കൂടുതലാണ്, ശ്രേഷ്ഠത കൂടുതലാണ്. ബദറിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക കാറ്റഗറിയാണ്. ഇത് നബിതങ്ങൾ തന്നെ പറഞ്ഞുവെങ്കിൽ പിന്നെ നമ്മളത് അനുവദിച്ചു കൊടുക്കണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പേരുകൾ അനുസ്മരിക്കാതെ ഒരൊറ്റ വ്യക്തിയും വിലായത്തിന്റെ തലത്തിലേക്ക് എത്തൂലാന്ന്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ വിലായത്ത് അല്ലാഹുവിലേക്കുള്ളതാകുന്ന പരിപൂർണമായ മുറിഞ്ഞ ജീവിതം കൊണ്ടാണ് കിട്ടുക. ആ സുലൂക്കിലേക്ക് എത്തിയ ആളുകളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് പല ആളുകളും വ്യാജ തരീഖത്തുകളുമായി സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട്. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ സമൂഹത്തെ കാക്കുമാറാവട്ടെ. അവർ അവകാശപ്പെടുന്നത് തന്നെ നിസ്കാരം വേണ്ട എന്നാണ്. നിങ്ങൾ നിസ്കരിക്കൊന്നും വേണ്ട, എല്ലാവരും സ്നേഹിച്ചാൽ മതി എന്ന് പറയുന്ന സൂഫി ബോർഡ് ഈ അടുത്ത് നിലവിൽ വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാന ചാനലുകളെയൊക്കെ വിളിച്ചിട്ട് മീഡിയയ്ക്ക് മുന്നിൽ അവർ പറയാണ്, മതത്തിലൊന്നും കാര്യമില്ല, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാലോ ഇസ്ലാമിന്റെ ഷിആറുണ്ട്, താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, കോലമുണ്ട്, ഷാളുണ്ട്, എല്ലാ രൂപവും വസ്ത്രമൊക്കെ വെളുപ്പാണ്, ശുഭവസ്ത്രധാരികളാണ്, എല്ലാം ഉണ്ടായിട്ട് മീഡിയയുടെ മുന്നിൽ പറയാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രതിനിധികളല്ല കേട്ടോ, ഞങ്ങൾ മതത്തിന്റെ ആളുകളല്ല, മറിച്ച് ഞങ്ങൾ സ്നേഹത്തിന്റെ ആളുകളാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ വന്നവരാണ്. കാരണം അതൊക്കെ പറഞ്ഞാലാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ മീഡിയയിൽ കവർ ചെയ്യുക. അപ്പൊ ആളുകൾ നല്ല മനുഷ്യന്മാർ, ഇത്രയും പോലും നല്ല ഈമാനികമായ സ്നേഹമുള്ള ആളുകൾ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സ്നേഹിക്കാത്തതുപോലെ. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം പഠിപ്പിച്ചതാകുന്ന വ്യക്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും കൂടുതൽ കരുണ വിഭാവന ചെയ്ത ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ. കരുണ ലോകത്തിന് ഏറ്റവും കൂടുതൽ ചൊരിഞ്ഞ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടല്ലേ ഖുർആൻ മറിക്കുമ്പോൾ ആദ്യമായി തന്നെ ഖുർആനിൽ വരുന്നതാകുന്ന ആയത്ത് ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, പരമകാരുണികനും ദയാലുമാകുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഒരു ഖുർആൻ വായിക്കാൻ തുടങ്ങുമ്പോൾ, ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാളുടെ ഹൃദയത്തിലേക്ക് പതിയണം, മുസ്ലിമീങ്ങളുടെ ദൈവമാകുന്ന അല്ലാഹു കരുണാമയനാണ്, കാരുണ്യവാനാണ് എന്ന ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയാണ് അതിലൂടെ ലക്ഷ്യം. ഖുർആൻ ഏത് സൂക്തവും 114 സൂക്തങ്ങളിൽ 113 സൂക്തങ്ങൾ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിയിലെല്ലാം വിശേഷണ നാമങ്ങളായി അള്ളാഹു കൊണ്ടുവന്നത് കരുണയുടെ പദങ്ങളാണ്. എന്നാലോ അള്ളാഹുവിന് വിശേഷണ പദങ്ങൾ ഇതല്ലാതെ തന്നെ 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട് മൊത്തത്തിൽ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ. ഈ അർറഹ്മാൻ അർറഹീം ഒഴിച്ച് ബാക്കി അള്ളാഹുവിന് ഇനി 97 നാമങ്ങളുണ്ട്. ഈ 97 നാമങ്ങളും വേണമെങ്കിൽ ഓരോ സൂക്തങ്ങളിലും അള്ളാഹുവിന് കൊടുക്കാമായിരുന്നു. ബിസ്മില്ലാഹി അർറഹ്മാൻ അൽ ഗഫൂർ, പാപം പൊറുക്കുന്നവൻ, അള്ളാഹുവിന് വിശേഷണ നാമമാണ്, കൊടുത്തില്ല. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്തിലൂടെ അള്ളാഹു ധാരാളമായി എണ്ണുകയാണ്, പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഗഫൂറാണ്, വദൂദാൻ, അവൻ ശക്കൂറാണ്,
അവൻ റഹ്മാനാണ്, റഹീമാൻ. ധാരാളം വിശേഷണ നാമങ്ങൾ. ഈ 99 നാമങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയത് ഖുർആനിലൂടെ അർ-റഹ്മാൻ അർ-റഹീം എന്നാണ്. എന്നുള്ളത് മനസ്സിലാക്കേണ്ട എന്താ? മുഅ്മിനീങ്ങളുടെ ദൈവമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്, പരിപാലകനാണ്, അവൻ പരമകാരുണികനാണ്. അപ്പൊ കരുണ ഏറ്റവും കൂടുതൽ വിഭാവനം ചെയ്തതാകുന്ന വ്യക്തിയാണ് അല്ലാഹു. കരുണ ലോകത്തിന് വിഭാവനം ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ അയച്ചു ഒരു പ്രവാചകരെ, അല്ലാഹു അയച്ചു ഒരു പ്രവാചകരെ. അവസാനത്തെ പ്രവാചകർ അതാരാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ പ്രവാചകരെ കുറിച്ച് പറഞ്ഞതോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം തങ്ങൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ നബിതങ്ങൾ എല്ലാ സൃഷ്ടിജാലങ്ങളോടും കരുണയോടുകൂടി വർത്തിച്ച വ്യക്തിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. 2 അർത്ഥങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, ലോകരിലേക്ക് മുഴുവനും ദഅവത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി. രണ്ടാമത്തത്, ലോകരിലേക്ക് മുഴുവനും കാരുണ്യത്തിനു വേണ്ടി ചൊരിയപ്പെട്ടതാകുന്ന വ്യക്തി, ഇറക്കപ്പെട്ട വ്യക്തി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബിതങ്ങളുടെ കാര്യം പറയണ്ട, അതൊക്കെ കൊച്ചുകുട്ടികൾ പോലും മദ്രസയിൽ നബിദിന പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. ഓരോ ജീവജാലങ്ങളോടുള്ള പ്രവാചകന്റെ കാരുണ്യം വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹു കരുണാമയനാണ്, പ്രവാചകരോ ഈ ലോകത്ത് കരുണയുടെ വ്യക്തിയായിട്ട് നിലകൊണ്ട വ്യക്തിയാണ്. ആ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനോ അല്ലാഹു തന്നെ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് രോഗശമനമാണ്, കാരുണ്യമാ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ടോ, മാനവരുണ്ടോ? രോഗങ്ങൾ ശമനമാണ്. അവനെ കരുണ വർഷിക്കാൻ ഹേതുവാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിച്ചു. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവന് രോഗശമനം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്യാൻസർ പിടിപെട്ടു, മാരകമാകുന്ന രോഗങ്ങൾ വന്നു, ഡോക്ടർമാരെല്ലാവരും കൈയൊഴിഞ്ഞു. നമുക്ക് നിയ്യത്ത് ചെയ്യാമല്ലോ, രോഗം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഖുർആൻ ഒരു ഖത്മ് തീർക്കാൻ ഞാൻ നേർച്ചയാക്കി. നിയ്യത്ത് ചെയ്യാം. നമ്മൾ ബാക്കിയൊക്കെ നേർച്ചയാക്കുന്നുണ്ട്, കോഴിമുട്ട നേർച്ചയാക്കുന്നുണ്ട്, അത് നേർച്ചയാക്കുന്നുണ്ട്, ഇത് നേർച്ചയാക്കുന്നുണ്ട്, നേർച്ചയാക്കേണ്ടത് വിട്ടുപോകുന്നുണ്ട്. ഖുർആൻ ഒന്ന് ഖത്മ് തീർക്കാൻ നേർച്ചയാക്കി. എന്നിട്ട് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി നോക്ക്, ഉറപ്പായി ശമനം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം അല്ലാഹു തന്നെ പറഞ്ഞതാണത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ കൊണ്ട് ശമനം കിട്ടുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ആ നേർച്ച നേർന്ന് വെക്കുമ്പോൾ നമുക്ക് ഓതാനും എളുപ്പം കിട്ടും. മറ്റേത് നമ്മൾ ഇട്ട് തള്ളും. ഒന്ന് ഓതാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതിയെന്നല്ലാതെ നീയത്തൊന്നും വെക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഓതി 2 ജ്യൂസ് ആകുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും. മറ്റേതൊരു നീയത്താണ്, എനിക്ക് ഓതി തീർക്കണമെന്നുള്ളൊരു നീയത്തുണ്ട്. ആ നീയത്ത് കരുത്തു വെക്കുന്നതോടുകൂടി ഓതാൻ വേണ്ടി ഒരു താല്പര്യം വരും. അല്ലാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്ക്. ഖുർആനിലെ പറഞ്ഞത് അല്ലാഹു തന്നെ പറഞ്ഞതല്ലേ, നിയ്യത്ത് ചെയ്തിട്ട്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, വലിയ മാറാവ്യാധികൾ വരുമ്പോൾ നിയ്യത്ത് വെക്കും. ഖുർആൻ മാത്രം മതിയോ? മറ്റുള്ളതുകൊണ്ട് എല്ലാം വേണം. ഖുർആനും വേണം, മൗലിദ് വേണം, എല്ലാം വേണം. മൗലിദ് ഓതേണ്ട സമയത്ത് മൗലിദ് ഓതണം, ദിക്ർ ചെല്ലേണ്ട സമയത്ത് ദിക്ർ ചെല്ലണം, എല്ലാം അനിവാര്യമാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ.
കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പ്രവാചകർ ജനിച്ച സമയത്തുള്ളതാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗദ്യമാകട്ടെ പദ്യമാകട്ടെ ഗദ്യപദ്യ സമ്മിശ്രമാകട്ടെ അത്തരത്തിലുള്ള മൗലിദിന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നവരെ തീർച്ചയായും എല്ലാ കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയെ തൊട്ടും മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ടും കാവലാണ് കാവലാണ്. ഒരു നിലക്കുള്ള ബല ഉണ്ടാവുകയില്ല, ഒരു നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകുമേ നൽകുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൗലിദ് ഓതണ്ടെന്നല്ല, മൗലിദ് വേണം, അതിന് പ്രത്യേക ഖൈറുണ്ട്. അത് ഓതേണ്ട സമയത്ത് അത് ഓതണം, ഖുർആൻ ഓതേണ്ട സമയത്ത് ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ മസ്തല്ലേ, അത് ഓതാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഒരു മുസ്ലിമിനെ എങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റും? എല്ലാ ദിവസവും ഖുർആൻ പരിപൂർണമായി ശ്രദ്ധിക്കുന്നവരായി നമ്മൾ മാറണം. ഒരു ജുസ്, ഒരു 10 പേജെങ്കിലും ഓതാ തീർക്കാൻ പറ്റാത്ത ആരും ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം മലബാർ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി നല്ലൊരു ബന്ധം മദ്രസയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. +2 തലം വരെ മദ്രസയിൽ പഠിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഖുർആൻ ഓതാൻ അറിയാത്തവർ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നല്ല വൃത്തിക്ക് പാരായണം ചെയ്യണം, ഖത്മ് നിയത്തിയിൽ നമുക്ക് നന്നാവുന്ന പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ കരുണയുടെ മതമായി പഠിപ്പിച്ചതാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം ഖുർആൻ കരുണയുടെ ഗ്രന്ഥമാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധ പ്രവാചകർക്കാണ്. ആ പുണ്യ പ്രവാചകരോ കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ഈ ഖുർആനും ഈ പ്രവാചകരും ഒക്കെ നമുക്ക് നൽകിയതായ അല്ലാഹു ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കരുണയുടേതായി പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. മറ്റൊരു മതത്തിൻ്റെതാകുന്ന ദൈവിക ഗ്രന്ഥങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥവും ഈ പറഞ്ഞ രീതിയിൽ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒന്നും പരിപൂർണമായി കരുണയുടെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. എവിടെയെങ്കിലൊക്കെ ഉള്ളിലുണ്ടെന്നല്ലാതെ ഇത്രയേറെ ആഴത്തിൽ വിശദീകരിച്ചതായി കാണാൻ പറ്റൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രവാചകന്റെ ജീവിതം മുഴുക്കെ പരിപൂർണമായി കരുണയിലൂടെ ജീവിച്ച വ്യക്തിയാണ്. അങ്ങനത്തെ പരിശുദ്ധമായ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ആദർശത്തെ മാറ്റി നിർത്തിയിട്ട് ചില സൂഫി ബോർഡ് ഈ അടുത്ത് നിലവിൽ വന്നു, രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അവർ പറയുന്നു, നമുക്കെല്ലാവരുടെ കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിച്ചാൽ മതി, ഇസ്ലാം മതം വേണ്ട എന്ന് വാദിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ചെറുപ്പക്കാരിലൊക്കെ കടന്നു വരുന്നത് നിരീശ്വരവാദമാണ്, യുക്തിവാദമാണ്. അല്ല ഇല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. ഇത്രയും കാലം ബിദ്അത്തിന്റെ ലാഞ്ചനകളും വിഷയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നിരുന്നെങ്കിൽ പുതിയ തലമുറയിൽ ഇനി കൂടുതലായി കടന്നു വരുന്നത് യുക്തിവാദങ്ങളാണ്. അല്ലാഹു ഇല്ല എന്ന് പറയുന്നതിലേക്ക് വാദിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ തലമുറ എത്തി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമാകുന്ന ഒരു അറബി കോളേജിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞയച്ചു. കുറച്ചു കാലം അവിടുന്ന് പഠിച്ചു. അവസാനം ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് കിട്ടിക്കെട്ട് ഡൽഹിയിൽ പോയി വിദൂര വിദ്യാഭ്യാസം നേടി, ഭൗതിക തലത്തിലുള്ള വിദ്യാഭ്യാസം നേടി, പുസ്തകത്തിന്റെ പുഴുവായി മാറി. അവസാനം പഠിച്ച് പുറത്തിറങ്ങി വന്നപ്പോ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചത് 2 കൊല്ലം മുമ്പാണ്. യുക്തിവാദമാണ് പിന്നീട് പ്രസംഗിച്ചത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ല ഉണ്ട് എന്നും അല്ലാഹുവിനെ കുറിച്ച് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു വിട്ടതാണ് ദീനീ കലാലയത്തിലേക്ക്. അവിടെ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് സമ്പാദിച്ച് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് ഡൽഹിയിൽ പോയിട്ട് വിദൂര വിദ്യാഭ്യാസം നേടി പിന്നീട് പുറത്തു വന്നതാകുന്ന കുട്ടി അവസാനം യുക്തിവാദിയായി അല്ല ഇല്ല എന്ന് സമൂഹത്തിന് പറയുന്നവനായി. അപ്പൊ കാണുന്നില്ല എവിടെയാന്ന് അല്ലാഹു വരാം. യുക്തിവാദികളുടെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അനിവാര്യമാണ്. അവർക്ക് ദീനീ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അല്ല ഇല്ല എന്ന് വാദിക്കുന്ന പുതിയ തലമുറ കടന്നു വരുന്ന കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും നീ കാവലിലാക്കണേ അല്ലാ, കാവലിലാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോകുന്നു. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്, എന്താണ് ഹഖീഖത്ത് എന്ന് മനസ്സിലാക്കാത്ത ധാരാളം ആളുകൾ. فشريعة أخذ بدين الخالق
വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജലാ. മഹത്തുക്കൾ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുകയാണ് എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്, എന്താണ് ഹഖീഖത്ത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതാകുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കി ജീവിക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവന് ശരീഅത്ത് മുറുകെ പിടിച്ചവനാണ്. فشريعة أخذ بدين الخالق وقيامه بالأمر والنهي انجلا. അല്ല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും ഏറ്റെടുത്ത് അല്ല വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പാടെ ഒഴിവാക്കി നല്ല ജീവിതം നയിക്കുമ്പോഴാണ് എന്ത് പിടിച്ചവനാകുക? ശരീഅത്ത്, ഇസ്ലാമിന്റെ മതനിയമങ്ങളെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചവൻ എന്ന് പറയാം. അയാൾ നല്ല ശരീഅത്തുള്ളതാണെന്ന് പറയണമെങ്കിൽ, ഒരാളെ ചൂണ്ടി പറയണമെങ്കിൽ അയാൾ ജീവിതത്തിൽ കള്ളോ കഞ്ചാവോ ലഹരിയോ പലിശയോ എന്ന് വേണ്ട ദീനിനെതിരായിട്ടുള്ള ഒരു വിഷയങ്ങളും ഇടപെടാത്തവനായിരിക്കണം. അതോടൊപ്പം തന്നെ നിസ്കാരവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ദീനിന്റെ എല്ലാ ശിആറുകളെയും മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല സ്വാലിഹായ മനുഷ്യനായിരിക്കണം. എങ്കിലേ എന്ത് പറയാൻ പറ്റുള്ളൂ? അയാൾ നല്ല ദീനീബോധമുള്ളവൻ നമ്മൾ പറയുമല്ലോ, ശരീഅത്തുള്ളവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് ഫശരീഅത്തുൻ അഖദുൻ ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജലാ. അവനാണ് ശരീഅത്തുള്ളവൻ. ഈ ശരീഅത്ത് പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് മതത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായി രണ്ടാമത്തതിലേക്ക് എത്തും. രണ്ടാമത്തെ പടിയാണ്, ദറജയാണ് ഏത്? ത്വരീഖത്ത്. ഇതില്ലാത്തവൻ ചുമ്മാ ദിക്ർ ചൊല്ലിയിട്ട് തരീഖത്ത് എന്ന് പറഞ്ഞാൽ കാലേവാരി അടിക്കണവൻ, അവനാണ് ഓടിക്കേണ്ടത്. തലക്കിട്ട് നല്ല കൊട്ടു കൊടുക്കണം. ഇന്ന് നമ്മുടെ കൗമിൽ 95% അങ്ങനെ നടക്കുന്ന കൗമാണ്. തരീഖത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കാൻ. രാവിലെ എവിടെയായിരുന്നു ആചാര്യ? രാവിലെ ഇച്ചിരി അടിക്കാൻ പോയി, കയ്യും കാലും വിറയ്ക്കാതിരിക്കാൻ. അള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് MDMA അടിച്ച് നിൽക്കുന്നവനൊക്കെ ഇതിനകത്ത് അംഗത്വം കൊടുത്തിട്ട് തരീഖത്താന്നും പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടാൻ പറ്റൂല. അതല്ല തരീഖത്ത്. കുറച്ച് ദിക്ർ ഇങ്ങോട്ട് വാരി കൊടുക്കും. ശൈഖ് കൊടുക്കുന്ന ഈ ദിക്ർ മാത്രം മുറുകെ പിടിച്ചാൽ മതി, ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, നിസ്കാരം വേണ്ട എന്ന് പറയുന്ന വ്യാജ ശൈഖന്മാർ ഇന്ന് ധാരാളമുണ്ട്, സമൂഹത്തിൽ ധാരാളം. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന നമ്മുടെ സഹോദരിമാരാണ്. അന്ധവിശ്വാസങ്ങളിൽ പരിപൂർണമായി മുഴുകെ പോകുന്നത് സ്ത്രീകളാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാക്കുമാറാവട്ടെ. വെറുതെ പറയല്ല, ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിൽ പരിപൂർണമായി മുറുകെ പോയത് ഒരു പെണ്ണാണ്, ഹവ്വാ റളിയല്ലാഹു അൻഹാ. ആദ്യമായി ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധന നടത്തി, ആ കാണുന്ന മരത്തിലേക്ക് അടുക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം അത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വർഗലോകത്ത് ശാശ്വതികത്വം കിട്ടും, ഇവിടെ രാജാവ് രാജ്ഞിയെപ്പോലെ സുഖമായി കഴിയാം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ വലിയതാകുന്ന ചലനമുണ്ടായി ഹവ്വാ ഉമ്മയ്ക്ക് റളിയല്ലാഹു അൻഹാ. അവർ ഭർത്താവിനോട് നിർബന്ധം ചെലുത്തി. ആദം അലൈഹിസ്സലാം അത് കാരണമായിട്ട് പഴം കഴിക്കാൻ തുനിഞ്ഞു. ഇതാണ് ചരിത്രം. ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് പിശാചാണ്. ഈ അന്ധവിശ്വാസം ആദ്യമായി ഏറ്റെടുത്തത് സ്ത്രീകളാണ്. ഈ അന്ധവിശ്വാസം ഏറ്റെടുത്തതിലൂടെ ഉണ്ടായിത്തീരുന്നത് നിന്ദ്യവും നിസ്സാരവുമായ ജീവിതമാണ്. ദുനിയാവിലേക്ക് ഇറങ്ങി, സ്വർഗ്ഗത്തിൽ കഴിഞ്ഞിരുന്നാണ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വിശാലമാണ് ചരിത്രം, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി പറയാം, 3 കാര്യങ്ങളാണത്. ഒന്ന്, ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇന്നീലക്കും നാസിഹുൻ അമീൻ. ഖുർആൻ പറയുന്നുണ്ട്, ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഉപദേശകനാണെന്ന് പറഞ്ഞ് പല വാക്കുകളും പറഞ്ഞ് പ്രചോദനം കൊടുത്ത് അന്ധവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു, അന്ധകാരത്തിലേക്ക് എത്തിച്ചു. ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ വാക്ക് കേട്ടുകൊണ്ട് ആദ്യമായി ഹൃദയം ചലിച്ചത് ഒരു പെണ്ണിനാണ്, ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. ഈ അന്ധവിശ്വാസത്തിലേക്ക് കുഴലൂത്ത് നടത്തിയപ്പോൾ അത് പെട്ടുപോയെന്ന് മാത്രമല്ല, അതിലൂടെ കുടുംബത്തിനുണ്ടായിരുന്നത് ഏറ്റവും വലിയ മാനഹാനിയാണ്. അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടു, സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചിട്ട് സൂറത്തുൽ അറാഫിൽ കാണാം, സ്വർഗത്തിൻ്റെതാകുന്ന ഇലകൾ പറിച്ചെടുത്ത് രണ്ടുപേരും വേഗം തന്നെ നാണം മറയ്ക്കാൻ വേണ്ടി തുനിഞ്ഞു. എന്തു പരിശുദ്ധമായ ഖുർആൻ.
ഈ പഴം കഴിക്കാനും കൊണ്ട് തുനിഞ്ഞപ്പോ തന്നെ എന്തായി? അവരുടേതാകുന്ന നഗ്നത വെളിവായെന്നാണ്. വസ്ത്രം ഉരിയപ്പെട്ടു. വസ്ത്രം സ്വർഗത്തിൽ മസ്റ്റാണ്. സ്വർഗത്തിൽ വസ്ത്രം ഇല്ലാത്തവൻ എന്ത് വേണം? പുറത്തു പോകണം. സ്വർഗത്തിന്റെ നിയമമാണ് ഇത്. ആർക്കറിയാം? ഇബ്ലീസിനറിയാം. അതുകൊണ്ട് തന്നെ വസ്ത്രം ഉരിയപ്പെടാനുള്ള പണി അവനെടുത്തു. അള്ളാഹു വിലക്കിയതാകുന്ന കായികനികളെ കഴിപ്പിക്കാൻ. ഒരു പരീക്ഷണമാണ്. കാരണം അത്രയേറെ വിശാലമായ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കായികനി മാത്രമാണ് അള്ളാഹു വിലക്കിയത്. ആ വിലക്കപ്പെട്ടതിലേക്ക് ഇബ്ലീസ് എത്തിച്ചു എന്നുള്ളതാണ്. മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഏറ്റവും അവസാനമായി എങ്ങോട്ടേക്കാണ്? അതിന്റെ പര്യവസാനം ഏറ്റവും ആക്കബത്ത് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യവസാനം അവർക്ക് നിന്ദ്യതയും നിസ്സാരതയുമായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയാൽ നിന്ദ്യതയും നിസ്സാരതയും ഉറപ്പാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. ചെറിയ കുട്ടിയെ, 4 വയസ്സോ 2 വയസ്സോ കൊണ്ടുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആനയുടെ അടിയിൽ കൂടെ നടത്തിക്കാൻ, പേടി മാറാൻ കണ്ടായിരുന്നു നിങ്ങളല്ലേ? അവസാനം ഇവന്റെ കയ്യിൽ നിന്ന് ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് ആന അടിച്ചിട്ടായിരിക്കുന്നതല്ല, ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞു നിലത്തോട്ട് പോയി. ഒരു ചവിട്ടം കാണും ആന അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? പപ്പടായി പോവില്ലേ? ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഈ കൊടുത്തു വിട്ടതാകുന്ന മാതാപിതാക്കൾ എത്ര വിഡ്ഢികളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ഇന്നും മനുഷ്യന് 2024 28 വന്നാലും 30 വന്നാലും മനുഷ്യന് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു തരി പുറത്തു പോകില്ല. അന്നും ഇന്നും ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുട്ടിയുടെ പേടി മാറാൻ വേണ്ടി ചെറിയ കുഞ്ഞിനെ തന്റെ നള്ളെ അറയി കൊടുത്തുവിട്ടിരിക്കുക പാപ്പാന്റെ കയ്യിൽ. അവനോ നല്ല 4 കുറ്റി അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഫുൾ ബോട്ടിൽ അടിച്ചിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ആടി ആനയുടെ അടിയിൽ കൂടെ കയറി പോവുക. അവസാനം ആനയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞങ്ങ് നിലത്തോട്ട് വീഴും. ആ സമയത്തെങ്ങാണ് ആന ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയില്ലെങ്കിലോ, ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് തുമ്പിക്കൊണ്ടെന്ന് ചുറ്റി വല്ല കഴിക്കാനുള്ള വാഴപ്പഴം എന്ന് കരുതി ചുരുത്തി എടുത്താൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ കൗമ് പോകുന്നത്? ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ സമൂഹത്തിൽ ഇന്നുണ്ട്. കുറെ ആളുകളുണ്ട്. അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നസീബാക്കണേ അല്ലാ. ഇഗാസ് എന്ന് പറയുന്നതാകുന്ന ഒരു വ്യക്തി, ഒരു ചരിത്രം കേട്ടോളി, ചുരുക്കി പറയാം. ഇഗാസ് ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. എല്ലാവരും ഒരു സദക്ക. അള്ളാഹു നമ്മുടെ സദക്കയെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല കാര്യമായിട്ട് കൊടുക്കും. എല്ലാവരും ഇരിക്കൂലേ? ഒരു അരമണിക്കൂറോടെ ഇരിക്കൂലേ? വേഗം അതാ പറഞ്ഞു പോകുന്നത്. നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒരു സദഖ. സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ മജ്‌ലിസിൽ വന്ന് ചേർന്നിട്ടുള്ളത്, സർവ്വ ലക്ഷ്യങ്ങളും നീ നിറവേറ്റി തരണേ റബ്ബേ. മാരകമാകുന്ന രോഗങ്ങളുണ്ട് അല്ലാ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. എല്ലാ വ്യാജ തുരീഖത്തുകളിൽ നിന്ന് പരിപൂർണമായി മാറി ചിന്തിച്ച് ഇസ്ലാമിന്റെ പരിപൂർണമായ ശിആറുകൾ മുറുകെ പിടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. ഞങ്ങളെ തുരീഖിലെ തൊട്ട് പരിപൂർണമായി നിലനിർത്തണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇഗാസ് എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യൻ മക്കയിൽ വസിക്കുന്ന സമയം പരിശുദ്ധമായ കഅബയോട് വല്ലാത്ത ദേഷ്യമുള്ളവൻ. അവൻ പറയാൻ തുടങ്ങി, കഅബ എന്ന് പറയുന്നത് കല്ലുകൊണ്ട് പടുക്കപ്പെട്ടതല്ലേ? ഈ കഅബയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ
ഈ കല്ല് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യൂല, ഒരു ഉപകാരം ചെയ്യൂല. ഈ കല്ലിലേക്ക് തിരിഞ്ഞാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ശക്തമായ എതിർപ്പായി. കഅബയെ നിസാരപ്പെടുത്താൻ വേണ്ടി അവൻ ആളുകളോട് പറഞ്ഞു, ഞാൻ ഇതിനുള്ളിൽ ഒരു പെണ്ണുമായി കയറി വ്യഭിചരിക്കും. അതിന് നാട്ടിലെ വേശ്യാവൃത്തി നടത്തിക്കൊണ്ടിരുന്ന നായില എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നു. അവളുടെ കയ്യിൽ പിടിച്ച് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തേക്ക് കാലെടുത്തു വെച്ചതേയുള്ളൂ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി രണ്ടുപേരെയും ശിലകളാക്കി അള്ളാഹു മാറ്റി, പാറക്കല്ലുകളാക്കി മാറ്റിക്കളഞ്ഞു, രൂപം മാറ്റിക്കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയൊരു മുസീബത്ത് അല്ലാഹു എടുത്തു. യഥാർത്ഥത്തിൽ ഇവരെ കയറിയത് പരിശുദ്ധമായ കഅബയ്ക്കുള്ളിൽ വ്യഭിചരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ടായില്ല എന്ന് പറയാനാണ്. അങ്ങനെ ഉണ്ടായാൽ കഅബയെ വിലവെക്കില്ല എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ കഅബയ്ക്കുള്ളിൽ വ്യഭിചരിക്കാൻ വേണ്ടി കയറിയതാകുന്ന ഇവർ രണ്ടുപേരെയും അല്ലാഹു നായില എന്ന് പറയുന്ന വേശ്യാപ്പെണ്ണിനെയും ഇഗാസിനെയും ശിലകളാക്കി മാറ്റി, വലിയ ശിക്ഷ ഇറക്കി. ഇവർ രണ്ടുപേരുടെയും ശരീരം കല്ലുകളാക്കി മാറ്റി. ആ കല്ലുകൾ ശിലകളായിട്ടുള്ള ആ കല്ലുകളെ കൊണ്ടുവന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ആളുകൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്തിന്? കഅബ വന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, അല്ലാഹുവിനെ എതിരിൽ നിന്നാൽ ഇതാണ് ശിക്ഷ. പരിശുദ്ധമായ കഅബയുടെ പവിത്രതയെ, മഹത്വത്തെ നിസാരവൽക്കരിക്കുന്ന, നിന്ദിക്കുന്ന ഏതൊരു മനുഷ്യനും, ഏതൊരു സഹോദരനും, ഏതൊരു സഹോദരിക്കും ഹീനമായ ശിക്ഷ അല്ലാഹു നൽകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ശിലകളായിട്ടുള്ളവരുടെ കല്ലുകളെ ആക്കിയിട്ടുള്ള ആ ഭാഗത്തെ കൊണ്ടുവന്ന് വെച്ചു, പ്രതിമകൾ കൊണ്ടുവന്ന് വെക്കാൻ. വർഷങ്ങൾ കഴിഞ്ഞു. തവാഫ് ചെയ്യുന്ന ആളുകൾ പിന്നെ വന്നിട്ട് ഇതിന്റെ നേരെ വന്ന് ഇതിനെ തൊട്ടുമുത്താൻ തുടങ്ങി. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഈ പ്രതിമകളെ വന്നുകൊണ്ട് തൊട്ടുമുത്താൻ തുടങ്ങി. ഏതായ പ്രതിമ? ഈ പ്രതിമ എന്തിനാ ഇവിടെ സ്ഥാപിച്ചത്? എന്തിനെ മനസ്സിലാക്കി കൊടുക്കാനാണ്? പരിശുദ്ധമായ കഅബയെ നിസാരവൽക്കരിക്കാൻ വേണ്ടി കഅബയ്ക്കുള്ളിലേക്ക് വ്യഭിചരിക്കാൻ വന്ന ഇഗാസ്, നായില എന്ന് പറയുന്ന രണ്ടുപേരാണ്. അവരുടേതാകുന്ന ശരീരത്തെ അല്ലാഹു കല്ലുകളാക്കി മാറ്റിയത് കഅബയുടെ പരിസരത്ത് സ്ഥാപിച്ചിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ. പക്ഷെ പിൽക്കാലത്തേക്ക് കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോ ആളുകൾ അതൊക്കെ വിസ്മരിച്ചു. ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് വന്നു. ആളുകൾ തവാഫ് ചെയ്യുന്ന വേളയിൽ അതിനെ വന്ന് തൊട്ടുമുത്താൻ തുടങ്ങി. ചിലർ വന്ന് വണങ്ങാൻ തുടങ്ങി. ഇത് പ്രശ്നമാണെന്ന് കണ്ടപ്പോ അധികാരികൾ അവിടുന്ന് അതിനെ നീക്കം ചെയ്തിട്ട് പരിശുദ്ധമായ സഫാ മലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. സഫാ മർവ ഇരു മലകൾക്കിടയിൽ സഅയ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. അന്ന് സഫ വളരെ വലുതാണ്, ഇന്ന് കാണുന്നത് പോലെ ചെറിയ മലയല്ല. ആ വിശാലമാക്കപ്പെട്ട മലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. വേലി കമ്പുകൾ കൊണ്ടുവന്ന് കെട്ടി, വേലി കെട്ടി മറച്ചു വെച്ചു, അതിനുള്ളിലാക്കി. കാലം കഴിഞ്ഞില്ല. സഫാ മലയിൽ സഅയ് ചെയ്യാൻ വരുന്നവർ സഫയുടെ മലയുടെ അടുത്തുനിന്ന് പോകുന്നില്ല. സഫ ഇജാബത്തുള്ള സ്ഥലം അതല്ല, മറിച്ച് ഈ ഇഗാസ്, നായില എന്ന് പറയുന്ന പ്രതിമയുടെ സ്ഥാനത്ത് അടുത്തുപോയി എന്ന് വേലിയുടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ തുടങ്ങി. അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങി, അങ്ങോട്ട് നിന്ന് തൊട്ടുകൊടുക്കാൻ തുടങ്ങി. വലിയതാകുന്ന വിഷയമായി. ഇത് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അധികാരികൾ അതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് സൗദിയിലേതാകുന്ന വിവിധ പർവ്വതങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിതറി എന്നാണ് ചരിത്രം. കാരണം ആളുകളുടെ ഹൃദയത്തിൽ എത്ര കാലം കഴിഞ്ഞാലും അന്ധവിശ്വാസം ഇങ്ങനെ മുട്ടിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഈ വാദമൊക്കെ കേട്ടിട്ട് പോയി, രാവിലെ നേരം വെളുത്തു, 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പറയാൻ അവിടെ ആരോട് വന്നിട്ടുണ്ട്, നല്ല ഇതാണ്, നല്ല കഴിവാന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അന്നൊന്ന് പോയി നോക്കാല്ലേ. ഭർത്താവിന്റെ അപ്പോഴേ മനസ്സിലാക്കി ഇത്രയും ആയത്തൊതീസ് ഓതി പറഞ്ഞ ഇവിടുന്ന് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വിട്ടതാ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇളക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂല മൂപ്പരെടുക്കൽ. എന്തോ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അങ്ങേരടുത്ത് ആളുകൾ ഇത്രയും പോകുന്നത്. എന്തോ ഒന്നുണ്ട്. ഈ പറച്ചിലാണ് നിങ്ങളെ കുഴപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് പറയാറുണ്ടോ? ചില ആളുകൾ ഒന്നും ചെയ്യൂല, ശക്തമായ ദീനിൽ അടിയുറച്ചു നിൽക്കും. പക്ഷെ ഒരു വലിയ സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയൊരു വിപത്ത് വന്നു. മകൾക്ക് വന്നു, ഭർത്താവിന് വന്നു, നാട്ടുകാർക്ക് വന്നു, കുടുംബക്കാർക്ക് വന്നു, ഇങ്ങനെ പലതും വന്നു കഴിയുമ്പോൾ അപ്പൊ ഇവർക്കൊരു ടെൻഷൻ. അപ്പൊ ഒരാൾ പറഞ്ഞേ ഇതൊക്കെ മാറ്റാൻ പറ്റിയ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ അടുത്തോട്ട് പോയാൽ മതി. ജില്ല ഒന്ന് വിട്ടു പോകണമെന്നേ ഉള്ളൂ. കോഴിക്കോട് വരെ ഒന്ന് പോകണം, അല്ലെങ്കിൽ പാലക്കാട് വരെ ഒന്ന് പോകണം. ഉദാഹരണം പറയാനായിട്ടോ. അപ്പുറത്ത് ഒരാൾ നല്ല സൂഫി വരിക ആണോ, ഒന്ന് പോയേക്കാം. അതുവരെ പുള്ളി പിടിച്ചെന്നാണ്. സുന്നത്തമായത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി മുറുകെ പിടിച്ച് ദീനനുസരിച്ച് ജീവിച്ചെന്നതാണ്. ഈ പോകുമ്പോഴോ
കള്ള ത്വരീഖത്തും വ്യാജ ത്വരീഖത്തുമായി നിലകൊള്ളുന്നവർ. യഥാർത്ഥ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാലിഹീങ്ങളുണ്ട്, മഹത്തുക്കളുണ്ട്. അല്ലാഹുർക്ക് ദീർഘായുസ്സോടെ അനുഗ്രഹിക്കട്ടെ. സാദാത്യങ്ങൾ നമുക്ക് നേതൃത്വം നൽകുന്നവരുണ്ട്. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവർ ദുആ ചെയ്താൽ ഇജാബത്ത് ഉണ്ടാകും, ഉറപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ സാദാത്യങ്ങൾ വലിയ വലിയതാകുന്ന ദീനീയ ആത്മീയമായ ചൈതന്യത്തിൽ നിലകൊള്ളുന്ന സാലിഹീകളാകുന്ന ആളുകൾ. അവരുടെ അടുക്കൽ പോയി വിഷയങ്ങൾ പറഞ്ഞാൽ വിഷയങ്ങൾ ദൂരീകരിക്കപ്പെടും. അവർ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനെ കൊണ്ടൊരു സത്യം ചെയ്തൊരു വിഷയം പറഞ്ഞാൽ അത് പരിപൂർണമായി പൂർത്തീകരിക്കപ്പെടും. അങ്ങനത്തെ സാലിഹീങ്ങളുണ്ട്, തീർച്ചയാണ്. അത് എക്കാലഘട്ടത്തിലും ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. ഇത് നിസ്കാരമില്ല, നോമ്പുമില്ല, ഖുർആനോത്തുമില്ല, ദിക്റുമില്ല, ഔറാദുമില്ല, കേവലം ദുനിയാവിന്റെ ശീതള ഛായയിൽ വിരാജിക്കുന്നതാകുന്ന ആളുകളുടെ അടുക്കൽ പോയി ആത്മീയ ചൂഷണം നടത്തുന്നതാകുന്ന അത്തരക്കാരുടെ കാൽക്കീഴിൽ സമ്പത്ത് കൊണ്ടുപോയി വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഉമ്മത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. وطريقة أخذ بأحوة كالورع وعزيمة كرياضة متبتلا. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്? ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് ശരീഅത്തിന്റെ വാഹകര്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പരിപൂർണമായി സംശുദ്ധമായ ജീവിതം നയിച്ച് ആ ശരീഅത്തിനേക്കാൾ ഒരുപടി മുന്നോട്ടുള്ള മനോഹരമായ ജീവിതം നയിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്തില്ല, ജീവിതത്തിൽ ഒരു സംശയത്തിന് വകവരുത്തുന്നില്ല, എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ നല്ല തഖ്വയിലായി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്നതായ ആളുകളില്ലയോ, അവരാണ് അല്ലാഹുവിലേക്കുള്ള വഴിവെട്ടി തുറന്നിട്ടുള്ള സാലിഹീകളാകുന്ന ത്വരീഖത്തിന്റെ സ്വലഹാകളെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. വത്വരീഖത്തുൻ അഖദും ബിഅഹ്വത കൽവറ വഅസീമത്തിൻ കരിയാളത്തിൻ മുതബത്തിലാ. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളില്ലയോ, ഖുർആൻ ഓതാത്ത ദിവസമില്ല, ദിക്ർ ചൊല്ലാത്ത ദിവസമില്ല, അല്ലാഹുവിലേക്ക് പരിപൂർണമായി നിലകൊണ്ടിട്ടുള്ള മഹത്തുക്കളില്ലയോ, അവരാണ് ത്വരീഖത്തിന്റെ യഥാർത്ഥ മശായിഖന്മാർ. മഹാനാകുന്ന ഖ്വാജാ മുഈനുദ്ദീൻ നിസ്സീൽ അജ്മീരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പ്രിയപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചത് അവിടുത്തെ ശിഷ്യഗണങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഡൽഹിയിലടക്കം ചെയ്തിരിക്കുന്ന ഖുത്ബുനാറിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന ബഖ്തിയാറുൽ കഅ്കി റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യനാകുന്ന കാഞ്ഞിരമുറ്റം കോട്ടയത്ത് അന്ത്യവിശ്രമം ചെയ്യുന്നതായ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ കൻദശക്കർ റളിയല്ലാഹു അൻഹുടക്കമുള്ള അവരുടെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഖ്വാജാ തങ്ങള് ഒരു ദിവസം പോലും മുടങ്ങില്ല കേട്ടോ. എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഖത്മാണ്, പരിപൂർണമായ ഖത്മാണ്. എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കും. നമ്മൾ വാട്സാപ്പും ഫേസ്ബുക്കും തീർക്കും എല്ലാ ദിവസവും. ഒറ്റ ദിവസം മുടങ്ങൂല ഉസ്താദ്, ഫുള്ള്. അതുപോലെ യൂട്യൂബ് മുഴുവൻ തീർത്തിട്ടേ ഉറങ്ങുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ചാനലുണ്ട്, അത് മുഴുവൻ തീർക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വണ്ടി കയറി രാവിലെ യാത്ര പോവാണ്, എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ചോറും മീനും. എന്താ ചോറും മീനും? അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡാണ്. നല്ല റാഹത്തായിട്ട് ഫുഡ് അടിക്കാൻ പോവാണ്. അലീക്കത് പറഞ്ഞപ്പോഴേ ചിരിക്കുക. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നമ്മുടെ കൗമ് പോയി ഇടിക്കുക. അതോടുകൂടിയുള്ള നിൽപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും അള്ളാഹു നിസ്കരിക്കാൻ നിൽക്കാന്ന്, രണ്ട് കൈയും കെട്ടി നിൽക്കാൻ, തിന്നുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്. ഇപ്പൊ എഴുന്നേക്കോ എന്ന് ചോദിച്ചിട്ട് അജിയർക്ക് അടുത്ത് ഇവിടെ സീറ്റ് ഇട്ടിരിക്കണം, അതിനുവേണ്ടി നിൽക്കുക. അരമണിക്കൂറായിട്ട് അവൻ ഇരിക്കുന്നില്ല. അരമണിക്കൂർ കഴിയുമ്പോൾ അവൻ വീണ്ടും അടുത്ത് ഓറുക, ഒരു വറ്റയും കൂടെ കൊണ്ടുവരട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുക. നമ്മുടെ കൗമ് പോയി നിൽക്കുക അതോടുകൂടി. നാണമില്ലല്ലോ ഈ കൗമിന്. ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ. ട്രെയിൻ കയറിയിട്ട് തെക്കുന്ന് വരുന്നു, വടക്കുന്ന് വരുന്നു, ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. നല്ല മസ്കാ ബണ്ണ് ഇവിടെ കിട്ടുമെന്ന് വെക്കാണ്, അണ്ണാക്കിൽ ഒട്ടിച്ചു വെക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ. ഒരു കപ്പിൾസ് തുടങ്ങിയതാണ് എറണാകുളത്ത്, പിന്നെ തീർന്നു. പിന്നെ ദുനിയാവിന്റെ എല്ലാ മുക്കുമൂലകളും ഈ വന്നു. ഒരാളൊന്ന് തുടങ്ങിയാൽ മതി. നമ്മുടെ കൗമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒരാൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വിജയിച്ചാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ യാതൊരു മടിയില്ലാതെ അതേ പണി തന്നെ ഇടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടൂല, തൊട്ടടുത്ത് തന്നെ ഇട്ടു ഇവന് പണിയായിട്ട്. പിന്നെ കുറെ പേരുണ്ട് കൂടെ നിന്ന് പണി പഠിച്ചിട്ട് ഏറ്റവും നല്ല പണി മുതലാളിക്ക് കൊടുക്കുക. ഇതേ പണി തന്നെ അപ്പുറത്ത് തുടങ്ങും.
ഇവിടെ ഇതേ പേരും ഇട്ടേക്ക് കടയ്ക്ക് ഒരു ചെറിയൊരു കുത്തു മാത്രമേ എക്സ്ട്രാ. അതാ മുതലാളിയുടെ നെഞ്ചത്തേക്കുള്ളൊരു കുത്താണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ കൗമിന്റെ ചില പ്രശ്നങ്ങളാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് പറയുമ്പോൾ കൊള്ളുള്ളൂ, അല്ലാത്തവർക്ക് കൊള്ളൂല. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ഈ രീതിയിലുള്ള നീചവൃത്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ത്വരീഖത്തിന്റെ വാഹകരാണ്, ഞാൻ ഇന്ന ശൈഖിന്റേതാകുന്ന മുരീദാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ സമുദായത്തെ പിഴപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ ആളുകളില്ലയോ? പഠിച്ചു വെക്കേണ്ട ആശയമാണ്, ആദർശമാണ്. നമസ്കാരം ചിട്ടയുണ്ട്, നോമ്പ് ചിട്ടയുണ്ട്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട്, നിരാലംബര കബലമാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കള്ളില്ല, വ്യഭിചാരമില്ല, മോശപ്പെട്ടതാകുന്ന ശൈലിയില്ല, കണ്ണുകൾ കൊണ്ടില്ല, കാതുകൾ കൊണ്ടില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടില്ല. എല്ലാ നിലക്കും പരിപൂർണമായി സംശുദ്ധത കൈവരിച്ച് അള്ളാഹുവിലേക്ക് ഹൃദയത്തെ പരിപൂർണമായി നിലനിർത്തിയതാകുന്ന വ്യക്തിയുണ്ടോ? അവരാണ് ശൈഖന്മാര്, അവരാണ് ത്വരീഖത്തിന്റെ വാഹകർ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേരാനുള്ള വഴികളാണ്. ആ വഴി തുറക്കുന്ന വ്യക്തിയാണ് ഷേഖ്. ഷേഖ് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഷേഖിന് എങ്ങനെ പറ്റും? സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് 5 വിരലിനിടയിൽ ഓരോ സിഗരറ്റ് കത്തിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഹാജിയാർ ഇങ്ങനെ വലിക്കുന്നത്, ഇതിലെ കൂടെ വലിക്കും. അപ്പൊ ഈ 5 കത്തിച്ച് വെച്ചിരിക്കുന്ന 5 ഒരേപോലെ കൂടെ കത്തുകയാണ്. നല്ല റാഹത്തായിട്ട് പുക വിട്ടുകൊണ്ടിരിക്കുക. കാല് നീട്ടി കൊടുത്തിരിക്കുക. ഒരുത്തനിരുന്ന് കാല് നെക്കി കൊടുക്കുന്നു, ഒരുത്തൻ അണഞ്ഞു പോയ സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നു. വൻ പരിപാടി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇതും ശൈഖ. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആൾക്കാരെ പറയുന്നത്. ഇങ്ങനെ ലഹരിയും ഇതുമൊക്കെ ആയിട്ട് നിലകൊള്ളുന്ന ആളുകളെയൊക്കെ ഇന്നത്തെ സമൂഹം വലിയ തലയിലേറ്റി നടക്കുകയാണ്. തങ്ങൾ പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടമാകുമ്പോ അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വയൽഹറൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അറിവില്ലായ്മ പ്രകടമാവും, അറിവുള്ളവരെ ഉയർത്തപ്പെടും. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക? തങ്ങൾ കൃത്യമായി ലോകത്തോട് അടയാളപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ പഠിച്ചു വെച്ചിട്ടുള്ള ആലിമീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇൽമിനെ ഊരിയെടുക്കുകയല്ല, അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. ആലിമീങ്ങളുടെ ഹൃദയത്തിലുള്ള ഇൽമിനെ ഊരിയെടുക്കൽ കൊണ്ടല്ല ഇൽമിനെ ഉയർത്തപ്പെടുന്നത്, മറിച്ച് നല്ല നല്ല ആലിമീങ്ങളെ മരിപ്പിക്കല, സ്വാലിഹീങ്ങളുടെ മരണമാണ് ഈ ലോകത്തുണ്ടാവുക. അതിലൂടെ വിജ്ഞാനം ഉയർത്തപ്പെട്ടു പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹത്തുക്കളാകുന്ന ഖുതുബി തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഇസ്ലാമിനെ പോലെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായെ പോലെ, ബഹുമാനപ്പെട്ടതാകുന്ന കണ്ണിയത്തു സാദടക്കമുള്ള മഹത്തുക്കളെ പോലെ നവ്വറല്ലാഹു മർഖദഹും. അല്ലാഹുവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ഇനി അതുപോലെ പകരം വെക്കാനുള്ള സാലിഹീങ്ങൾ ഈ ലോകത്തുണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ല 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 ഇല്ല. ഓരോ കാലഘട്ടത്തിലുമുള്ള സാലിഹീങ്ങൾക്ക്, ഔലിയാക്കൾക്ക്, മഹത്തുക്കൾക്ക്, ഇമാമിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതായ ശ്രേഷ്ഠമാക്കപ്പെട്ട അറിവിന്നതാകുന്ന ആഴം അത്ര തന്നെ ശേഷം വരുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുകയേ ഇല്ല. ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. നല്ല നല്ല ആലിമീങ്ങൾ മരിപ്പിക്കപ്പെടുമ്പോ, സൂഫിയാക്കൾ മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോ ജനങ്ങൾ വിവരദോഷികളെ തലയിലേറ്റി നടക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാർ, കള്ള സൂഫിയാക്കൾ, കള്ള ഔലിയാക്കൾ, നിസ്കാരം വേണ്ട, ഞാൻ തരുന്ന ദിക്ർ മതി, നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തും
എത്തുമേ എന്ന് വാദിക്കുന്നതായ കള്ള ശൈഖല്ലയോ? യഥാർത്ഥ സാലിഹീങ്ങളുടെ വില കളയാൻ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതായ ആളുകളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന അത്തരക്കാരെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. ഫസുഇലൂ, ജനങ്ങൾ അവരോട് മസലകൾ ചോദിക്കുകയാണ്. ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ചോദിക്കുന്നില്ല. സമസ്തയുടെ ഉലമാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അവരോട് മസലകൾ ചോദിക്കുന്നില്ല. അവർക്കൊന്നും തിരിയാത്ത പലതും എനിക്ക് തിരിഞ്ഞു എന്ന് വാദിക്കുന്നതാകുന്ന വ്യാജ ശൈഖന്മാരെ, വലിയതാകുന്ന തലയിലേറ്റി നടക്കുന്നതായ സഹോദരിമാരുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. അവരോട് ജനങ്ങൾ മസലകൾ തേടുകയാണ്. നാട്ടിലുള്ള ഖാദിയാർക്ക് വിലയില്ല, നാട്ടിലുള്ള ബിരുദധാരികളാകുന്ന പണ്ഡിതന്മാർക്ക് വിലയില്ല. അവരെ വിലവലക്കാതെ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജനങ്ങൾ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരക്കേട് കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്വ നൽകുമത്രേ. ഫളല്ലു വഅളല്ലു, അവരും പിഴയ്ക്കുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങൾ പാടിയത്, റബ്ബ റബ്ബിന റബ്ബഹു ലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇ റാ. വ്യക്തമായ ഖുർആൻ പഠിച്ചിട്ടില്ല, വ്യക്തമായ ഹദീസുകൾ പഠിച്ചിട്ടില്ല, നിദാന ശാസ്ത്രങ്ങൾ അറിയില്ല, കർമ്മശാസ്ത്രങ്ങൾ അറിയില്ല, ഗോളശാസ്ത്രങ്ങൾ അറിയില്ല, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ കൃത്യമായി പഠിക്കാതെ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതായ ആളുകളുണ്ടാകും. ഞാൻ ശൈഖാണ്, എന്റെ കൂടെ കൂടിക്കോ, ഞാനിതാ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്, എന്റെ കൂടെ കൂടിക്കോ എന്ന് പരസ്യമായി പറഞ്ഞു നടക്കുന്ന, ജീവിതത്തിൽ ഭൗതികമാകുന്ന ലോകത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതാകുന്ന ശൈഖന്മാരില്ലയോ? പ്രഥമ ദൃഷ്ടിയാ തന്നെ ദുനിയാവിന്റെ ആളുകളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ ആളുകളില്ലയോ? വില കൂടിയതാകുന്ന വാഹനങ്ങളിലും വില കൂടിയ സംവിധാനങ്ങളിലും അല്ലാതെ അവർ ജീവിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ പോലും സാധുക്കളോടൊപ്പം കഴിഞ്ഞിട്ടില്ല. സാധുക്കളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ അവർ മനസ്സിലാക്കിയിട്ടില്ല. ദുനിയാവിന് പിറകെയുള്ള ഓട്ടമാണ്, ആഖിറത്തെ ചിന്തിക്കാതെയുള്ള നെട്ടോട്ടമാണ്. എനിക്കെന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്കെന്നെ ജീവിതം കരുപിടിക്കണമെന്നുള്ള ആശയമായി തന്റെ പ്രിയപ്പെട്ട മുരീദികളായി നിലകൊള്ളുന്ന പാവപ്പെട്ടതായ സാധുക്കളെ വഴിപിഴപ്പിക്കുന്നതായ ആളുകളില്ലയോ? ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞ് ദീനിന്റെ വിഷയങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിക്കുന്നതായ ഇത്തരക്കാരില്ലയോ? ലം യറുബ് വലം യഅരിഫൻ റബീബഹു, അവർക്ക് തർബിയത്തും അറിയില്ല, അവർക്ക് എങ്ങനെയാണ് ജനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടതെന്നറിയില്ല. ഇലാഹിയായ ചിന്തയിലേക്ക്, നമസ്കാരത്തിലേക്ക്, ഇബാദത്തിലേക്ക്, അതിന്റെ ഹലാവത്തിലേക്ക്, അതിന്റെ മാധുര്യത്തിലേക്ക് പടച്ചറപ്പിനെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ ശേഷിയോ ഇല്ലെങ്കിൽ പോലും അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി ശാരീരികമാകുന്ന വസ്ത്രഘടനയോടുകൂടി നിലകൊള്ളുന്നതായ ആളുകളില്ലയോ? ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലൂടെ ജനങ്ങളെ പിഴപ്പിക്കുന്നതായ അത്തരത്തിലുള്ള കള്ള സൂഫിയാക്കളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവരും സ്വയമായി പിഴച്ചു പോകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ചോ. കുറഞ്ഞ കാലഘട്ട ജീവിതം അല്ലാഹു നൽകിയിട്ടുള്ളൂ. ഈ നൽകപ്പെട്ട ജീവിതത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാത ചോദിച്ച് അതിൽ അടിയുറച്ചു നിന്നു. നമ്മൾ 5 വഖത്ത് നമസ്കാരം 17 റക്അത്താണ്. അതിൽ സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, മൊത്തത്തിൽ 17 റക്അത്ത്. ഇതിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഫാത്തിഹ സൂറത്തിൽ എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ചോദ്യം ദുആ അത് മാത്രമാണ്.
നിസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്, ഫർള് ഐനാൻ. ഓരോ വ്യക്തിയും അവൻ തന്നെ സ്വയം നിർവഹിച്ചിരിക്കണം. 5 വഖത്തും നിർവഹിച്ചിരിക്കണം. അപ്പോൾ ദിവസവും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ടുന്ന ഒരേ ഒരു തേട്ടം, ഒരേ ഒരു ദുആ, അതേതാണ്? ഹിദായത്താണ്. അവന് മനസ്സിലാക്കണം. മനസ്സിലായില്ല? 5 വഖത്ത് നമസ്കാരം നമ്മുടെ മേൽ ഫർളാണ്. എല്ലാ ദിവസവും നിസ്കരിച്ചിരിക്കണം. മൊത്തത്തിൽ 5 വഖത്ത് കൂടി എത്ര റക്അത്താണ്? 17 റക്അത്താണ്. ഈ 17 റക്അത്തിൽ ശാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമായി നമസ്കരിക്കുന്നവനും മഅ്മൂമായി നമസ്കരിക്കുന്നവനും രണ്ടുപേരും എന്തോതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. ഫാത്തിഹ ഓതണമെന്ന് പറഞ്ഞാൽ 17 വട്ടം നമ്മുടെ മേൽ ഓതൽ നിർബന്ധമായ സൂറത്താണ് ഫാത്തിഹ. ഡെയിലി ഓതണം നിസ്കാരത്തിൽ, ഈ 17 റക്അത്തിലും. നമ്മൾ പോലും അറിയാതെ നമ്മൾ അള്ളാഹുവിനോട് എല്ലാ ദിവസവും ചോദിക്കൽ, 17 വട്ടം തേടൽ നിർബന്ധമായ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഏതാണത്? ഹിദായത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതേതാണത്? ഉലൈകല്ലദീന അൻഅംതല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅംതല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ والصديقين والشهداء والصالحين. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാഹ്. അഥവാ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ഏതാണ് ഈ അനുഗ്രഹിച്ച ആളുകൾ? അല്ലാഹു മറ്റൊരായത്തിലൂടെ തന്നെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ. അല്ലാഹു അനുഗ്രഹിച്ചതായ ആളുകളുടെ പാതയെന്ന് പറയുന്നത് അമ്പിയാക്കളുടെ പാതയാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. തീർന്നില്ല. മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളാകുന്ന ബദരീങ്ങളില്ലേ, ഉഹദിൽ പങ്കെടുത്തവരില്ലേ, ഖൈബറിലും ഹന്തക്കിലും അടക്കം പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹാബത്തില്ലേ, പ്രിയപ്പെട്ടതാകുന്ന സാലിഹീങ്ങളില്ലയോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള വിശ്വാസത്തിൽ ദൃഢതയുള്ളതാകുന്ന സാലിഹീങ്ങളില്ലയോ? ബദറിൽ പങ്കെടുത്തുകൊണ്ട് ശ്രോതാക്കളായ 14ഓളം വരുന്നതായ ഷഹീദുകളാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളില്ലയോ? അവരാണ് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരോടൊപ്പം നമ്മൾ ചെന്ന് ചേരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് ഈ മജ്ലിസ്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മജ്ലിസുൻ നൂർ എല്ലാ മാസവും നടത്തുന്നത് എന്ന് ചിന്തിക്കരുത്. ഈ മജ്ലിസുൻ നൂറിലൂടെ നമ്മൾ എങ്ങോട്ട് ചേരും? വൽഹഖ്നി ബിസ്സാലിഹീൻ. സാലിഹീങ്ങളിലേക്ക് എന്നെ നീ ചേർക്കണേ എന്നുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ചെന്ന് ചേരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാലിഹീങ്ങൾ അവരാണല്ലോ. അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് എന്താണ് സ്ഥാനം? മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തുക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കും പ്രത്യേക കാറ്റഗറിയാണ്. കോടാനുകൂടി മലക്കുകളുണ്ട്, പക്ഷെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പ്രത്യേക സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹീഹായ ഹദീസ്. ആർക്കും തള്ളാൻ പറ്റൂല, ആരും തള്ളിയിട്ടുമില്ല. മനസ്സിലായിക്കോ? അപ്പൊ അവരിലേക്ക് നമ്മൾ വന്ന് ചേരണമെങ്കിൽ അവരെ സ്മരിക്കണം, അവരെ ഓർക്കണം, അവരുടെ പേരുകൾ വിളിക്കണം. എങ്കിലല്ലേ മനസ്സിലാക്കുള്ളൂ. ആ പേരുകൾ കാണാതെ പഠിക്കണം. ഓതി കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഓതി ഇതൊക്കെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാകുന്ന വെറുതുകളിൽ പെട്ടതാണ്. അവരുടെ തണല്, അവരുടെ ഹിഫ്ള്, ഹിമായത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ട് ആഖിറത്തെ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നൂ ബിഹാ والذين هم عن آياتنا لغافلون.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ കാണണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ, അവന്റെ ലിഖാഇനെ കാണണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞോടുന്നവരുണ്ടോ? അല്ലാഹുവിനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പിറകെ ഓടുന്ന ആളുകളില്ലയോ? ദുനിയാവിൽ പരിപൂർണമായി ഹൃദയത്തെ ബന്ധിച്ചവരില്ലയോ? കച്ചവടങ്ങളെ ദുനിയാവിന്റെ പിറകെ പരിപൂർണമായി നിലനിർത്തിയവരില്ലയോ? അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളില്ലയോ? ഉലൈക മഅവാഹുമുന്നാർ, അവർക്കുള്ള അഭയകേന്ദ്രം നരകമാണ്.